ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. എബ്രായ ലേഖനം ഇന്നലെ കൊണ്ട് നമ്മൾ വായിച്ചു തീർത്തു. ഇന്നും നമ്മൾ വായിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനമാണ്. യാക്കോബിൻ്റെ ലേഖനം കാതോലിക ലേഖനങ്ങളിൽ പെടുന്നതാണ്. പൗലോസ്ലീഹ എഴുതിയ ലേഖനങ്ങളൊക്കെ ഓരോ സഭയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ലേഖനം എഴുതിയതെങ്കിൽ ഇനി പറയുന്ന 6-7 ലേഖനങ്ങളുണ്ട്. അവ ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടി പ്രത്യേകം എഴുതിയിട്ടുള്ളതല്ല, എല്ലാ സഭകളെയും ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് അതിന് കാതോലിക ലേഖനങ്ങൾ, പൊതുവായ ലേഖനങ്ങൾ എന്ന പേര് വരാൻ കാരണം. അതിലാദ്യം ഇത് രേഖപ്പെടുന്ന ഈ ബൈബിളിൽ ചേർത്തിരിക്കുന്ന വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനമാണ്. ഈ യാക്കോബ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട യാക്കോബല്ല, കർത്താവിൻ്റെ അർത്ഥ സഹോദരനായ യാക്കോബാണ്. ഇദ്ദേഹം യേശു തമ്പുരാൻ ജീവിച്ചിരുന്നപ്പോൾ യേശുവിൽ വിശ്വസിച്ചിരുന്ന ആളല്ല. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ല എന്ന്. എന്നാൽ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം നമ്മുടെ കർത്താവ് ഇദ്ദേഹത്തിന് പ്രത്യേകമായി പ്രത്യക്ഷപ്പെട്ടതായി 1 കൊരിന്ത്യർ 15:7 നമ്മൾ നേരത്തെ കണ്ടതാണ്. യാക്കോബിനും അപ്പസ്തോലന്മാർക്കും കർത്താവ് പ്രത്യക്ഷപ്പെട്ടുവെന്നും അതിനുശേഷമാണ് അദ്ദേഹം കർത്താവിൽ വിശ്വസിച്ചതും പിന്നെ ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചൊരു ജീവിതം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. AD 42 സ്ലീഹന്മാർ ഇദ്ദേഹത്തെ യെറുസലേമിന്റെ 1ാമത്തെ എപ്പിസ്കോപ്പയായി നിയമിച്ചു എന്ന് സഭാചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു ആദ്യത്തെ ജെറുസലേം സുന്നഹദോസ് കൂടാൻ കാരണമായിട്ട് തീർന്നത്. കർത്താവിന്റെ അർത്ഥ സഹോദരൻ എന്ന രീതിയിൽ മറ്റ് അപ്പോസ്തലന്മാർ അദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യവും സ്നേഹവും നൽകുകയുണ്ടായി. ഇദ്ദേഹം തന്നെയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നതെന്ന് ഐറേനിയസ് എന്ന പിതാവ് വളരെ ശക്തമായ ഭാഷയിൽ അത് പറയുന്നുണ്ട്. എല്ലാവരും ഇദ്ദേഹത്തെ പുണ്യവാൻ എന്നാണ് വിളിച്ചിരുന്നത്. യഹൂദ ചരിത്രകാരനായ ജോസിഫസും വിജാതിയിൽ നിന്ന് ക്രിസ്ത്യാനിയായി തീർന്ന ചരിത്രകാരനായ ഹെഗസിഫോസും ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. അലക്സാൻഡ്രിയയിലെ വിശുദ്ധ ക്ലെമീസിന്റെ എഴുത്തുകളിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവാണല്ലോ. അദ്ദേഹം പറയുന്നു, ഈ യാക്കോബ് വീഞ്ഞും മാംസവും ഒന്നും ഉപയോഗിച്ചിരുന്നില്ല, ക്ഷൗരം ചെയ്യിച്ചിരുന്നില്ല, ദേവാലയത്തിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ മുട്ടുകൾ ഒട്ടകത്തിന്റെ മുട്ടുകൾ പോലെ വളരെ തഴമ്പുള്ളതായിരുന്നെന്ന്. സസ്യഭുക്കായിരുന്ന അദ്ദേഹം ചെരുപ്പ് ഉപയോഗിച്ചിരുന്നില്ല എന്ന് വിശുദ്ധ ജെറോമിന്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ വിശുദ്ധ ജെറോം എന്ന് പറയുന്ന എഴുത്തുകാരനും നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം മുഖാന്തരം അനേക അത്ഭുത പ്രവൃത്തികളിൽ കാലങ്ങളിൽ സഭയിൽ നടന്നിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പിന്നീട് വധിക്കപ്പെടുകയാണ് ചെയ്തത്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തെ എതിർത്തിരുന്ന ചില ആളുകൾ യേശു ആരാണെന്ന് പറയുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും യേശു ദൈവമാണെന്നും അവന് നാം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കെട്ടിട മുകളിൽ നിന്ന് അത് താഴേക്ക് എറിഞ്ഞെന്നും അങ്ങനെ വീണെങ്കിലും അദ്ദേഹം മരിക്കാതെ വന്നപ്പോൾ പിന്നീട് തടിക്കഷ്ണം കൊണ്ട് അടിച്ചു കൊന്നുവെന്നും ഒക്കെയാണ് ഇദ്ദേഹത്തെപ്പറ്റി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത് പ്രജാതികളുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരെ പ്രതിയാണ്. നമ്മുടെ പരിശുദ്ധ സുറിയാനി സഭ ആദ്യം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇദ്ദേഹം എഴുതിയതായ തക്സ ആണ്. തക്സ എന്ന പുസ്തകം നമുക്ക് ഈ വൈദികരെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പുസ്തകം നിങ്ങൾ കാണുന്നുണ്ടാവും. അതിനകത്ത് ധാരാളം പിതാക്കന്മാരുടെ ഉണ്ട്.
പക്ഷെ ഈ എല്ലാവരും ആദ്യം പള്ളി കൂദാശ ചെയ്യുമ്പോഴും ആദ്യം ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും പെരുന്നാളുകൾക്കൊക്കെ യാക്കോബിന്റെ ക്രമമാണ് ഉപയോഗിക്കുക. ഈ യാക്കോബ് ശ്ലീഹ എഴുതിയ ആ ക്രമം ആണ് മറ്റേ മിക്കവാറും അപ്പസ്തോലിക സഭകളൊക്കെ ഏറെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എത്രമാത്രം പ്രാധാന്യം പരിശുദ്ധ സഭയിലുണ്ട്. ഇനി നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അദ്ദേഹം തന്നെക്കുറിച്ച് തന്നെ ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കർത്താവിൻ്റെ അർദ്ധ സഹോദരനായതുകൊണ്ട് ലോകപരമായി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു ഞാൻ കർത്താവിൻ്റെ സഹോദരൻ എന്ന് പറയാമായിരുന്നു. എന്നാൽ അദ്ദേഹം ആ അവകാശവാദങ്ങളൊന്നും പറയാതെ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അദ്ദേഹം എഴുതുന്നത്. 2 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസവും അതുപോലെ മനുഷ്യൻ നേരിടുന്നതായ പരീക്ഷകളെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ ഇത് പ്രതിപാദിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ കൂടുതലും വിശ്വാസപരമായ കാര്യങ്ങളാണ്. വിശ്വാസത്തെക്കുറിച്ചാണ് അദ്ദേഹം ഊന്നൽ കൊടുത്തതെങ്കിൽ യാക്കോബ് ശ്ലീഹ വിശ്വാസത്തിന്റെ മറുവശമായ ആ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കൂടുതൽ തന്റെ ലേഖനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, പരീക്ഷണ ഘട്ടങ്ങൾ അഥവാ പ്രതികൂല സാഹചര്യങ്ങൾ ആഗതമാകുമ്പോൾ നിരാശയല്ല സന്തോഷമാണ് നമുക്ക് ആവശ്യം. കാരണം അപ്പോഴാണ് നമ്മുടെ ക്ഷമ അഥവാ സഹനശക്തി നമ്മൾ വർദ്ധിക്കുന്നത് പരീക്ഷകൾ നമ്മൾ നേരിടുമ്പോഴാണ്. അങ്ങനെ നമ്മൾ നേരിടുമ്പോഴാണ് നമ്മൾ പൂർണ്ണരും തികവുള്ളവരും ഒന്നിലും കുറവില്ലാത്തവരുമായി തീരുന്നത്. അങ്ങനെയാണ് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയുടെ ശക്തി കാണിക്കുന്നതിനും അതിനു പുറമെ ഉറച്ച വിശ്വാസമാണ് പ്രാർത്ഥനാ വിജയത്തിന് അടിസ്ഥാനമെന്നും അദ്ദേഹം വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. അപ്പം അതുപോലെ ആർക്കെങ്കിലും ജ്ഞാനം കുറവായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കഴിവുകളൊക്കെ കുറവായിട്ടുണ്ടെങ്കിൽ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അത് ദൈവം നൽകും എന്നുള്ള വലിയൊരു പ്രഖ്യാപനം അദ്ദേഹം ഇവിടെ നൽകുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം 1, ദൈവം തന്നോട് ചോദിക്കുന്നവർക്കൊന്നും നിരസിക്കാതെ ആത്യന്തികമായി നൽകുന്നവനാണ്. 2, സംശയലേശമില്ലാതെ ഉള്ള വിശ്വാസം നിറഞ്ഞതായ ആ പ്രാർത്ഥന, അതാണ് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ട് ഇത് തീരുന്നത്. ഇനി 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദരിദ്രനും ധനികനും വേണ്ടിയുള്ള അവർക്കുള്ളതായ ഒരു നിർദ്ദേശമാണ്. പരീക്ഷകൾ വരുമ്പോൾ സന്തോഷിക്കണമെന്നുള്ള ഉപദേശത്തിന് ശേഷം പരീക്ഷകൾ സഹിക്കുന്നത് ഭാഗ്യമെന്ന് കാണിക്കുന്നു. അതിൻ്റെ പ്രതിഫലം ജീവന്റെ വലിയ കിരീടമാണ്. ഇത് വെളിപാട് 2:10 യോഹന്നാൻ ശ്ലീഹായും ഇത് ആവർത്തിക്കുന്നുണ്ട്. അപ്പം ഇടയന്മാര് ഉത്തമരായി പ്രവർത്തിച്ചാലുള്ള അതിൻ്റെ പ്രതിഫലം മഹത്വത്തിൻ്റെ കിരീടം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുമെന്നുള്ളതാണ്. അത് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകിയിട്ടുള്ള വലിയ വാഗ്ദാനമാണ്. 13 മുതൽ അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹം അതിൻ്റെ 12-ാം വാക്യത്തിൽ പരീക്ഷകളെക്കുറിച്ച് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. എന്തിനാണ്? കൊള്ളാവുന്നവനായി തെളിയുന്നതിനാണ്. തെളിഞ്ഞ ശേഷം കർത്താവ് താൻ വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അതിനുശേഷം അദ്ദേഹം പറയുന്നു, പരീക്ഷകൾ വരുമ്പോൾ ദൈവം പരീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പരീക്ഷ 2 ഉണ്ട്. 1 ദൈവം തരുന്നതായ പരീക്ഷകളുണ്ട്, അല്ലെങ്കിൽ പൈശാചിക പ്രലോഭനത്താൽ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇംഗ്ലീഷ് 2 വാക്കുണ്ട്, ടെംപ്റ്റേഷൻ ആൻഡ് പ്രൊബേഷൻ. പിശാച് നമുക്ക് തരുന്നതൊക്കെ ടെംപ്റ്റേഷനാണ്, നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ്. ദൈവം ഒരിക്കലും മനുഷ്യനെ പ്രലോഭിപ്പിക്കുകയില്ല. ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ കഴിവിനെ അതാണ് നമുക്കറിയാം. പ്രൊബേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരാളെ ഏതെങ്കിലും ജോലിക്ക് കൊള്ളാമോ ഇല്ലയോ എന്നവനെ പരീക്ഷിച്ച് അറിയുന്നവൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന, അവനെ പരിശോധിച്ചറിയുന്നതായ ആ അവസ്ഥയാണ്. അപ്പോൾ ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. അവൻ ദൈവം ആരെയും ഒന്നും പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയില്ല. 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വിശിഷ്ടവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും സൗജന്യമായി നമുക്ക് അയച്ച് ഇത് തരുന്നതാണ്. അപ്പം ആ ദൈവത്തിൻ്റെ വചനത്താലാണ് നമ്മൾ മാമോദീസായിൽ നമ്മൾ
ജനിക്കുന്നത്. ആയതുപോലെ ദൈവവചനം കേൾക്കുമ്പോഴാണ് നമ്മിൽ പുതിയ മനുഷ്യൻ രൂപാന്തരപ്പെടാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവുന്നത്. 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നു, കേൾക്കുവാൻ വേഗതയുള്ളവരും പറയുവാൻ താമസമുള്ളവരുമായിരിക്കണം. അതായത് പെട്ടെന്ന് കയറി നമ്മൾ ഇത് പ്രതികരിക്കാതെ നമ്മൾ ക്ഷമയോടെ കേട്ടിട്ട് വേണം സംസാരിക്കുവാൻ. എന്ന് പറഞ്ഞാൽ ക്ഷിപ്രകോപം പാടില്ല എന്നുള്ളതാണ്. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിക്ക് അനുയോജ്യമല്ല. അനാവശ്യ സംസാരത്തിനും ക്ഷിപ്രകോപത്തിനും അത് കാരണമാകും. അശുദ്ധിയും തിന്മയും നിറഞ്ഞ ഹൃദയമാണ്. ഹൃദയത്തെ പരിശുദ്ധമാക്കാതെ ഈ ദൂഷ്യങ്ങൾ നമ്മിൽ നിന്ന് ദൂരീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കേൾക്കാൻ വേഗതയുള്ളവരും പറയാൻ താമസമുള്ളവരുമായിരിക്കുക. ആ പ്രായോഗിക വശം അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. 21 വാക്യത്തിൽ പറയുന്ന ദൈവത്തിന്റെ വചനം അത് ഒരു വലിയ വിളക്കാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ ഇത് വന്ന് വേരൂന്നണം. ആത്മപ്രവർത്തനങ്ങൾക്ക് അത് പ്രേരകമായിരിക്കണം. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ദൈവവചന കേൾവിയും അതിനനുസരണമായ പ്രവൃത്തികളെക്കുറിച്ചാണ് പറയുക. അതായത് വചന കേൾവി പ്രവൃത്തിയിലേക്ക് നമ്മളെ ആനയിക്കണം. ഇല്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം, നമ്മൾ പലപ്പോഴും കണ്ണാടിയിൽ പോയും നമ്മുടെ മുഖം നോക്കാറുണ്ട്. അവിടുന്ന് മാറിക്കഴിയുമ്പോൾ ആ മുഖം നമ്മളങ്ങ് മറന്നു പോകുന്നു. ഇതുപോലെ കേട്ടിട്ട് നമ്മൾ മറക്കുന്നുവെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കേൾക്കുന്ന ആ വചനങ്ങൾ നമ്മിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പ്രവൃത്തിക്ക് അദ്ദേഹം കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാൻ കാരണം. പ്രവൃത്തി ഇല്ലാത്ത ആ കേൾവി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആ സമയത്തേക്ക് നമുക്കൊരു സന്തോഷമുണ്ടാകുമെന്നല്ലാതെ ആത്യന്തികമായി ഇത് പ്രയോജനം ചെയ്യുകയില്ല എന്നാണ്. അതുകൊണ്ട് വചന കേൾവിയും വിശ്വാസവും മാത്രമല്ല, അതിനനുസൃതമായ പ്രവൃത്തിയാണ്, കർമ്മങ്ങളാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കുന്നതായ വചനങ്ങൾ നമ്മുടെ കർമ്മപദ്ധത്തിൽ നമ്മൾ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അനുഗ്രഹീതരാകുമെന്ന് പറയുന്നത്. ഇനി 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നാവിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വിശദമായി ഈ ഭാഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അസത്യ സംസാരം, അപഹാസം, അഹങ്കാരപരമായ അല്ലെങ്കിൽ പാപം നമ്മിൽ ജനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാര രീതിയിൽ, അല്ലെങ്കിൽ ശത്രുത ഉളവാക്കുന്ന, സ്നേഹമില്ലാത്ത, പാപം വരുത്തി വയ്ക്കുന്ന, അന്യൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, തിരുവചനങ്ങളെ കൂട്ടിമാട്ടുന്ന, സമാധാനം ഇല്ലാതാക്കുന്ന ആ കലഹജന്യമായ സംസാരത്തിൽ നിന്നും, പൊട്ടച്ചൊല്ലിൽ നിന്നും, കളിവാക്കിൽ നിന്നും നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. അല്ല എങ്കിൽ നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമില്ലാതായി പോകും. അത് യാക്കോബ് ശ്ലീഹ ആ പ്രായോഗിക തലങ്ങളാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് സമൂഹത്തോടുള്ള നമ്മുടെ കടമ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം. ദൈവസന്നിധിയിലുള്ള ആ ശുശ്രൂഷയായിട്ട് അതിനെ നമ്മൾ കാണണം. അനാഥരും ആലംബഹീനരും അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നവരുമായ ആളുകൾക്ക് സഹായങ്ങൾ നൽകുക എന്നുള്ളത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ പ്രായോഗിക തലത്തിലുള്ള പ്രവൃത്തിപരമായ ഒരു കാര്യമാണ്. അത് നമ്മളുണ്ടാകുമ്പോൾ മാത്രമേ വിശ്വാസത്തിന് പ്രസക്തിയുള്ളൂ എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലൊക്കെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. പക്ഷേ വിശ്വാസത്തിൻ്റെ മറുവശമുണ്ട്, അത് പ്രവൃത്തിയാണ്. പ്രവൃത്തിയില്ലാത്ത ആ വിശ്വാസത്തിന് പ്രസക്തിയില്ല എന്ന് അദ്ദേഹം വളരെ ശക്തമായി ലേഖനങ്ങളോട് ഇനി ആവശ്യപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ യാക്കോബിൻ്റെ ഈ ലേഖനം നമ്മളിന്ന് മുതൽ വായിച്ച് അതിൻ്റെ ആന്തരിക മർമ്മങ്ങളെ ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കേൾക്കുന്ന വചനങ്ങൾക്ക് അനുസരണമായി പ്രവൃത്തിയുള്ളവരായി തീരുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ ശക്തീകരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.